കേബേജ് പച്ചമുളകിട്ട് തോരൻ വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ കൂട്ട് കാണാം. അതിന് കൊത്തി അരിഞ്ഞ് ഒരു സവാളയും ഒരര കേബേജും എടുത്തിട്ടുണ്ട്. കൊത്തി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ കൂട്ട് കാണാം. ഇതിൽ വേണ്ടുന്നുള്ളത് വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, ഉപ്പ്, 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ. അപ്പോൾ നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുളക്, 1 കപ്പ് തേങ്ങ, നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ, ഒരുപാട് വേണ്ട. 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർക്കണം. ഞാൻ ഉപ്പ് അതിലിട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട് കേബേജിൽ. ഇതിൽ കുറച്ച് മതി, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിതിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഹായ് ഗൈസ്, നമ്മൾ കടു വറുക്കുകയാണ്. കടു പൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കേബേജ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പൂടെ ചേർക്കണം. എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നമ്മൾ പച്ചമുളക് അരച്ച് വയ്ക്കുന്നു എന്ന് ഞങ്ങളിവിടെ പറയും. വിഴുക്ക് പോലെയല്ല, തേങ്ങ ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. 2-3 വട്ടം ഞാൻ ഇളക്കി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കൂട്ടിട്ട് കൊടുക്കാം. ഇതിനോട്ട് കൂട്ടിട്ട് കൊടുക്കുകയാണ്. കൂട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ വയ്ക്കുന്നത്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഹോട്ടലുകൾക്കൊക്കെ ഞങ്ങൾക്ക് ഈ കേബേജ് തോരനായിട്ടല്ല, ഇതുപോലെ ഇട്ടാണ് ഞങ്ങൾക്ക് തരാറ്. ഞങ്ങളുടെ വീട്ടിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് വയ്ക്കാറ്. ഇതിപ്പോൾ വേറൊരു രീതിക്കാണ്. ഞാൻ മുന്നേ സദ്യക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിൽ പൊടിച്ച് ചേർത്ത് അത് പൊടിയായിട്ട് വരും. അപ്പോൾ നമുക്കിത് അടച്ചിട്ട് ഈ മുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ അടച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.